നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ. സത്യസന്ധത ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഇന്നത്തെ ഈ ലൂസ് ടോക്ക് ഇന്നലെ റെക്കോർഡ് ചെയ്തതാണ്. പലർക്ക് സംശയം, കാര്യം രണ്ടുപേരുടെ ഷട്ടർ അത് ഒന്നാണ്. അത് മാത്രമല്ല, ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നിയമപരമായ ഞങ്ങളുടെ ഒരു സാഹചര്യം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമാണ് നിയമത്തിൻ്റെ കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ. മാത്രമല്ല, ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യം, ഇന്ന് വൈകുന്നേരം വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും എന്ന് ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ ലൂസ് ടോക്ക് സ്ഥിരമായി കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. കാരണം ഈ എന്താ ഇടയ്ക്കിടയ്ക്കില്ലാത്ത അത് ഒഴിവാക്കി, പ്രത്യേകിച്ച് ഞായറാഴ്ച ഇല്ല. അതെ, ഞായറാഴ്ച 2 ദിവസത്തെ ഗ്യാപ്പ് വന്നു. ഞായറാഴ്ച 2 ദിവസത്തെ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇന്നലെ റെക്കോർഡ് ചെയ്ത വിഷയമാണ്. എന്ന് വെച്ചാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. ഉദാഹരണം, നമ്മളിതിപ്പം ഈ ഉഷയുടെ ആലപ്പുഴത്തെ ഉഷയുടെ വിഷയം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ഗൗരവമേറിയ വിഷയമായി മാറും. അതിന് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എന്താണ് നാളെ എന്താ സംഭവം, അതായത് ഇന്ന് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, തന്ത്രിയുടെ വിഷയം ഞാനത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്ത്രിയുടെ വിഷയം ഗൗരവമേറിയ വിഷയമായി മാറും. ഞാൻ ഇന്നലത്തെ ഞങ്ങൾ ലൂസ് ടോക്കിന് ശേഷം ഞാൻ ഈ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിരുന്നു. അത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി മാറും. ആ തന്ത്രിയെ ബോധപൂർവം കുടുക്കിയതാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകൾ ഗൗരവമായ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട്. അതെ, ഒരു തെളിവും ഹാജരാക്കാനും കഴിഞ്ഞു. ഒരു തെളിവുമില്ല. തന്ത്രിയെ എന്തിനെ കുരുക്കിയെന്നൊരു ചോദ്യം പ്രസംഗം. അതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായത്, പപ്പേട്ടന് പക്ഷേ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അതിന് രണ്ടാമത്തെ കേസ്, അടുത്ത കേസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് മറ്റേ ആ മുരാരി ബാബുവിനും അങ്ങനെയായിരുന്നു. അതെ, ഉടനെ ഇറങ്ങും. ഈ ദിവസങ്ങളിൽ തന്നെ ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സ്ഥിതിയല്ലേ. ഇപ്പം മണിയമ്പള രാജുവിൻ്റെ വണ്ടി മേടിക്കുമെന്ന് അന്ന് ആരെങ്കിലും കരുതിയിരുന്നു? അന്നത്തെ ദിവസം മണിയമ്പള രാജുവിൻ്റെ അവസ്ഥയായിരുന്നു. സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വിഷയം ജയസൂര്യയുടെ തട്ടിപ്പ്. അതെ അല്ലേ? തീർച്ചയായും അതൊരു വലിയ സംഭവമാണ്. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസൊക്കെ തന്നെ അല്ല, ഇവരിത് നോക്കിയിട്ടല്ലേ പോയി ഇതിനൊക്കെ ചേർന്ന് പണത്തോടുള്ള അർത്ഥം അതാണ്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു, ജയസൂര്യയുടെ വാർത്ത കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ വളരെ മോശമല്ലേ, അയാളൊരു പരസ്യത്തിൽ അഭിനയിച്ചത്? അല്ല, പരസ്യത്തിൽ അഭിനയിച്ചത് മാത്രം. പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരാൾ വഴിയെ വന്നിട്ട് എൻ്റെ അടിപൊളിയാവുമ്പോൾ പരസ്യം ചെയ്യാൻ പാടില്ല. അതെ, നമ്മളല്ല അറിയപ്പെടുന്ന സ്ഥാപനം അറിയപ്പെടുന്ന സ്ഥാപനം പൊളിഞ്ഞു പോയാൽ, അതെ, അറിയപ്പെടുന്ന ഉദാഹരണത്തിന് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി പരസ്യം ചെയ്തത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ദീർഘകാലമായി അയാൾ സ്വർണ്ണക്കട ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാൾ പൊട്ടിപ്പൊളിഞ്ഞു പോയാലും നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. രാമേന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരുത്തൻ ഒരു തട്ടിപ്പുമായി രംഗത്ത് വരും. ഇപ്പം അവിടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മറുനാടൻ്റെ ഒരു മഹത്വം തിരിച്ചറിയേണ്ടത്. കാരണം ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കിടയിൽ മറുനാടന് സ്വാധീനമുണ്ട്. ഇപ്പം മറുനാടൻ ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളത് വിശ്വസിക്കും. ഞാൻ ആ തന്ത്രിയെക്കുറിച്ചുള്ള വാർത്ത ചെയ്തല്ലോ, എനിക്ക് വളരെ ആധികാരികമായി കിട്ടിയൊരു വിവരമായിരുന്നു. ഈ തന്ത്രിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായി എൻ്റെ രേഖയുമുണ്ട് ആ വിവരത്തിൻ്റെ. പക്ഷെ അത് ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഞാൻ ഇന്ന് തന്ത്രി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ പറഞ്ഞൊരു ഡയലോഗ്, ഒരു കാര്യം, ഞാൻ ആ തന്ത്രി കുടുംബത്തിലെ കുറച്ച് പേർ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, സാറേ മറ്റുള്ളവർ പറയുന്ന പോലെ അല്ല സാറ് പറയുന്നത്, നമുക്കത് നമ്മളങ്ങനെ ചെയ്യാറില്ല എന്നാണ്. അതുകൊണ്ട് സാറ് പറയുമ്പോൾ അതിന് വിശ്വാസ്യത കൂടുതലുണ്ട്, അതുണ്ടാക്കുന്ന ആഘാതം വലുതാണ്. പക്ഷെ ഒരിക്കൽ പോലും അത്തരമൊരു വിശ്വാസ്യത മറുനാടനുണ്ടായിട്ട് നമ്മളെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തിനും നമ്മൾ കൈ കൊടുത്തിട്ടില്ല. നമ്മളെ ഉദാഹരണത്തിന് റിക്രൂട്ട്മെൻറ്റ് കമ്പനികളുടെ പരസ്യം നമ്മൾ എടുക്കാറില്ല. ധാരാളം റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾ വരാറുണ്ട്. NBFC-കൾ, അതായത് സ്മോൾ സ്കെയിൽ, എന്താണ് NBFC എന്ന് പറഞ്ഞാൽ? നോൺ ബാങ്കിങ് ക്രെഡിറ്റ് സൊസൈറ്റികളാണ്. അല്ല, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്. അതായത് മുത്തൂറ്റിൻ്റെയോ മണപ്പുറത്തിൻ്റെയോ ഒക്കെ കൊടുക്കാം, അവർക്ക് ലിസ്റ്റ് ചെയ്തതാണ്. അല്ലാതെ ഒരുപാട് NBFC-കൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട്. ഈ NBFC-കളൊക്കെ തന്നെ നടത്തുന്നത് ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന കമ്പനികളാണ്. അപ്പം ഈ NBFC-കളൊക്കെ വർക്ക് ചെയ്യുന്നത് വലിയ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തവരായ വലിയ മാനേജർമാരാണ്. പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് അതെന്താ കാര്യം വെച്ചാൽ NBFC-യോടുള്ള പ്രശ്നമല്ല, നേരെ മറിച്ച് NBFC-കൾ നടത്തുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മര്യാദയ്ക്കാണോ എന്ന കാര്യം നമുക്കറിയില്ല. നമ്മൾ പരസ്യം കൊടുത്തതിന് ആൾ നമ്മളെ വിശ്വസിക്കുകയും ചെയ്യും. അപ്പം ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ, ഇപ്പം മുത്തൂറ്റിൻ്റെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈവൻ കൊശമറ്റത്തിൻ്റെയോ പോലും പരസ്യം നമുക്ക് കിട്ടി നമ്മൾ കൊടുക്കും. നമ്മൾ അവരുടെ ഒന്നും പറയാൻ നടക്കാറില്ല, പക്ഷേ പരസ്യം കിട്ടിയാൽ കൊടുക്കും. കാരണം അവരൊക്കെ റെപ്യൂട്ടഡ് ആയ സ്ഥാപനങ്ങൾ. അതൊന്നും ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്ന
പല NBFCകളുടെയും പിന്നിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വളരെ പരസ്യം കൊടുത്ത് കേരളത്തിൽ എല്ലാ ചാനലുകളും പരസ്യം കൊടുത്ത് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പരസ്യം നമ്മൾ നോ പറയും പലരും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളോട് പരസ്യത്തിന് അപ്രോച്ച് നമ്മൾ മേടിച്ചിട്ടില്ല. ഇവിടെ പലരും ഫോൺ ചെയ്യാറുണ്ട് തരം ഓരോ ഒരുപാട് നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോഡക്റ്റ് സത്യസന്ധമായി കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്താ ഉറപ്പുള്ള ഈ പണ്ട് നമ്മൾ കേസെടുത്ത ഒരു സ്ഥാപനം പരബ്രഹ്മ, നിങ്ങൾ ഓർമ്മയില്ല, കോവിഡ് കാലത്ത് പരബ്രഹ്മ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങുന്നു. ഈ പരബ്രഹ്മ എന്ന് പറഞ്ഞത് അത് ഈ കോവിഡ് മാറ്റും അല്ലെങ്കിൽ ആ സമയത്തുള്ള എല്ലാ അസുഖം മാറ്റുന്ന സാധനമായിരുന്നു. ഒറ്റമൂലി ചില യൂട്യൂബ് ചാനലുകളെല്ലാം പരസ്യം വന്നു, നമ്മളത് നിഷേധിച്ചു. എന്ന് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ തട്ടിപ്പ് കണ്ടെത്തി വാർത്ത കൊടുത്തു, അത് പൊളിഞ്ഞു പോയി, നമ്മൾ വാർത്ത കൊടുത്തു. എന്നിട്ട് നമുക്കെതിരെ ഈ പരബ്രഹ്മക്കാരോട് കേസ് കൊടുത്തിട്ട് കേസ് നമ്മൾ ജയിച്ചു. ആലപ്പുഴ കോടതിയിലായിരുന്നു കേസ് നമ്മൾ ജയിച്ചു. അപ്പം ലാഭം നോക്കിയല്ല ഞങ്ങൾ. അപ്പം ഇവിടെയാണ് രാജ്മോഹൻ ഇവർ ഈ പറയുന്ന ഈ സിനിമാക്കാർ സെലിബ്രിറ്റീസ് പലരും അവർ ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുന്നു. ഇവിടെ ഈ ബ്രാൻഡ് അംബാസഡറായിട്ട് വേഷം കെട്ടിയായിരുന്നു ഇയാളുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേക പരസ്യം അഭിനയിക്കും പോലെയല്ല, അയാൾ അവരുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. അവിടെ പ്രതിനിധിയുടെ മീറ്റിംഗ് വിശ്വാസതയുടെ ഒരു മാർക്കാണ്. ഇത് മാത്രമല്ല ഇയാൾ അടിമുടി തട്ടിപ്പുകാരനാണ്. ഇത് ഞാൻ പറഞ്ഞു ഇപ്പോൾ സ്പോർട്സ് സിറ്റി എന്ന് അങ്ങാണ്ട് പറഞ്ഞ് കൊച്ചി ബേസ് ചെയ്തൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഒളിമ്പ്യന്മാരെയൊക്കെ ചേർത്താണ്. പഴയൊരു ഹോക്കി പ്ലെയർ രാഘവനോ ഡോക്ടർ രാഘവനോ അല്ല അത് വേറെ ക്രിക്കറ്റിൻ്റെ ആളാണ് അദ്ദേഹം. മറന്നുപോയി ഞാൻ. തമിഴിന് ഒരാളുണ്ട്, ഹോക്കി പ്ലെയറാണ്, വളരെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ ഒക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഭാസ്കരൻ നമ്മുടെ ഒളിമ്പിക്സിൽ പണ്ട് മോസ്കോ ഒളിമ്പിക്സിൽ ഇന്ത്യ അയച്ച ആള് ഭാസ്കരനെ ഒക്കെ മുമ്പിൽ നിർത്തി ഈയിടെ അന്തരിച്ചു തോന്നുന്നു. അദ്ദേഹം മരിച്ചു തോന്നുന്നു. അദ്ദേഹം പറയില്ലേ? എനിക്ക് തോന്നുന്നു. എനിവേ ഇദ്ദേഹത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ഒളിമ്പ്യന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കൊച്ചി ബേസിൽ ഒരു തട്ടിപ്പ് നമ്മളതും പൊളിച്ചു. ഒരു രാജീവ് എന്ന് പറഞ്ഞ ഒരാളാണ് നിരവധി മൂകാംബികയെ പോയി തട്ടിപ്പ് നടത്തി. മറ്റേ ആപ്പിളയുടെ പ്രോപ്പർട്ടി ഇല്ലായിരുന്നു, ആപ്പിളയുടെ അത് തട്ടിപ്പ് നടത്തിയവന്മാരാ ഇവന്മാർ. ഇന്ന് ഇവിടെ എന്താണ് സ്റ്റുഡൻസ് ഒളിമ്പിക്സ് നടത്തുമെന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പ് ബിജുരാധാകൃഷ്ണൻ നമ്മൾ കൊടുത്തിരുന്നില്ലേ? അല്ല അത് നമ്മൾ പിന്നെ അത് എല്ലാവരും കൊടുത്തു പല നമ്മുടേതായിട്ടല്ല കൊടുക്കും. അപ്പം ഇത് നമ്മളെ കൊണ്ടു ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരൊക്കെ ഇപ്പം അൽമുക്താദർ ഇവരൊക്കെ പരസ്യത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യും. ഹം പാർട്ടിയുടെ പരസ്യം അത് അപ്പം തന്നെ നമ്മൾ ആപ്പിറക്കി വിട്ടല്ലോ. ഹം പാർട്ടി എന്ന് പറഞ്ഞ ആൾക്കാരെ പരസ്യം ചെയ്ത് വന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തം നമ്മൾ കാണിക്കുമ്പോൾ പക്ഷേ പലപ്പോഴും ഇവർക്കില്ല. അപ്പം ഇതിനകത്ത് ജയസൂര്യ അയാളുടെ 39 ലക്ഷം രൂപ പോയതല്ല, അതിനപ്പുറത്തേക്ക് വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് പറയായിരിക്കും. ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഇവരൊക്കെ തന്നെ ബ്രാൻഡ് അംബാസഡർമാരും വരും. ഈ ബ്രാൻഡ് അംബാസഡർമാർക്ക് ഒരു ഉത്തരവാദിത്തം മുമ്പ് കോടതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാന പ്രൊഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് ഒരു സെലിബ്രിറ്റി വരുമ്പോൾ ആൾ വിശ്വസിക്കും പെട്ടെന്ന്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഇവിടെ ഭരിക്കാൻ പോകുന്നത്? ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിഷയം. അതായത് നമുക്കറിയാം ഇപ്പോൾ UDF ആണ് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 കൂടുതൽ ഭൂരിപക്ഷത്തോടെയാണ് 2021 ജയിച്ചത്. ഇപ്പോൾ LDF കടുത്ത ആത്മവിശ്വാസത്തിലാണ്. ഞാൻ ഇന്നലെ ഈ CPM-ന്റെ ഒരു മുതിർന്ന നേതാവുമായി സംസാരിച്ചു. വളരെ ഈ പലപ്പോഴും നമ്മളുമായിട്ട് ശത്രുത തുടങ്ങിയവർ പറയാറുണ്ടെങ്കിലും വ്യക്തിപരമായി ഇവരെല്ലാം നമ്മളോട് സംസാരിക്കാറുണ്ട്. വളരെ CPM-ന്റെ ഒരു മുതിർന്ന നേതാവിനോട് സംസാരിച്ചു. മന്ത്രിസഭയിലെ CPM-കാരനായ ഒരു ഉന്നതനോട് ഞാൻ സംസാരിച്ചു. ഇന്ന് ഞാനൊന്നും പറയാൻ ഉദ്ദേശിച്ചത് ഘടകകക്ഷിയിൽ ഇപ്പോൾ റോഷിയോടും അല്ലെങ്കിൽ പ്രസാദിനോടൊക്കെ പരിചയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. CPM-ലെ വളരെ ഉന്നതനായ ഒരു മന്ത്രിയോട് ഇന്ന് ഞാൻ 1 അരമണിക്കൂർ സംസാരിച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഭരണം കിട്ടുമെന്നാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ കരുതുന്നത്? അല്ല, അത് എനിക്ക് തോന്നുന്നത് അവർ പൊതുവേ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അവർ പലപ്പോഴും കരുതിയിരിക്കുന്ന ഈ ജനങ്ങൾ കൊടുത്ത ആനുകൂല്യങ്ങൾ 2021 ഇലക്ഷൻ ആളുകൾ ആനുകൂല്യം കൊടുത്ത് വീഴ്ത്തിയതുപോലെ ഇപ്പോൾ ആനുകൂല്യങ്ങളുടെ ഒരു നീണ്ട പ്രവാഹമാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം ഓരോന്നോരോന്നായിട്ട്. അതൊന്ന് ഒരുപക്ഷെ അവരുടെ മറ്റൊരു വിശ്വാസം എനിക്ക് സാധ്യതയുള്ളത് കോൺഗ്രസ്സിൽ ഏതായാലും ഇലക്ഷൻ അടുത്ത് ഒരു തമ്മിലടിയൊക്കെ വരുമായിരിക്കാം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. ഒപ്പം BJP-യുടെ നിലപാട്, BJP ഞങ്ങൾക്ക് അനുകൂല ഒരു നിലപാടെടുക്കുമെന്ന് ഇപ്പോഴും പല CPM-കാർ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെയാണ് അവർ ആത്മവിശ്വാസം. ഇവരോട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 3 കാര്യങ്ങൾ അനുസരിച്ച് പിണറായി വിജയൻ ഭയങ്കര ജനകീയനാണെന്നും കേരളത്തിൻ്റെ രക്ഷകനാണെന്നും അതുകൊണ്ട് ആ രക്ഷകനെ വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ട്. അത്തരത്തിലൊരു സ്ട്രാറ്റജി ഇവർ ഡെവലപ്പ് ചെയ്ത് അത്തരത്തിലൊരു എന്താ പറയണത് ഒരു കോൺഫിഡൻസ് ഗ്രൂമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം CPM നേതാക്കൾക്കുണ്ട്. ഈ ആത്മവിശ്വാസത്തിൽ നമുക്കൊരു ആശങ്ക തോന്നുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ ആശങ്ക അവർക്ക് ശക്തമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അവരുടെ പ്രതീക്ഷയും കടത്തി വെട്ടുന്ന തരത്തിൽ റിസൾട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലൊരു പ്രതീക്ഷ അവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരുടെ സൈബർ വിങ് ഭയങ്കര ശക്തമാണ്. CPM-ന്റെ സൈബർ വിങ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അപ്രതീക്ഷിതമായിട്ട് ഈ പറയുന്ന സച്ചിദാനന്ദനെ പോലുള്ളവർ സത്യം പറയുന്നുണ്ടെങ്കിലും ഈ മണിശങ്കർ അയ്യരെ പോലുള്ളവർ ഇറക്കി അല്ലെങ്കിൽ സുഹാസിനെ പോലുള്ളവർ ഇറക്കി അവർ നടത്തുന്ന ഒരു വലിയൊരു ടോപ്പ് ലെവൽ മുതലുള്ള സോഷ്യൽ മീഡിയയിൽ പല കാറ്റഗറി ഉണ്ട്. ഈ നമ്മുടെ കിണർഗോലുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘമുണ്ട്. പിന്നെ അല്ലാതെ ഈ പേയ്മെൻറ്റ് ഇല്ലാതെയുള്ള നമ്മുടെ സെബിനെ ജേക്കബിനെ പോലുള്ള KJ തോമസ്, അവർക്കൊന്നും കാശ് മേടിച്ചുകൊണ്ടുള്ള പ്രചാരകരല്ല. KJ തോമസിനെ പോലുള്ള നമ്മുടെ തോമസ് ജേക്കബ് സാറിൻ്റെ മോനുണ്ടല്ലോ, അരുൺ ജേക്കബ് തോമസ്, ഫോട്ടോഗ്രാഫറൊക്കെ അല്ലേ? അതെ, പുള്ളി ഒക്കെ ഭയങ്കര സ്ട്രോങ്. ഇവരുടെ അവരാരും പേയ്മെന്റ് മേടിച്ചുകൊണ്ട് ചെയ്യുന്ന സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളും പിന്നെ ഈ സൈബർ ഇടങ്ങൾ മാത്രമല്ല, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മുസ്ലിം പേടി കൊണ്ട് ഇവരെ അനുകൂലിക്കുന്നൊരു ഇന്നിപ്പം വിശാലമായി തന്നെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇന്ന് വലിയൊരു പോസ്റ്റ് ഇട്ടുണ്ട്. എന്തുകൊണ്ട് UDF ജയിക്കരുത്, എന്തുകൊണ്ട് LDF ജയിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവോത്ത് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അങ്ങനെ ഈ ഇസ്ലാമിക പേടിയുണ്ട്. അതായത് CPM-ന്റെ ഒരു തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി ഇസ്ലാമോഫോബിയ തന്നെ പരത്തി ഈ ജമാഅത്ത് ഇസ്ലാമിയെ മുമ്പ് നിർത്തിക്കൊണ്ട് ഇവർ കേരളത്തിൽ ഇസ്ലാമിക ഭരണം വരാൻ പോകുന്നു, മുസ്ലിം ലീഗിൻ്റെ ഭരണം ഇങ്ങനൊരു കുഴപ്പമായിരിക്കും എന്ന തരത്തിൽ ഒരു വലിയൊരു ഭീതി വളർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ പ്രതീക്ഷിക്കുന്നത് ഈ ഹിന്ദു വോട്ടുകളുടെ വലിയ ധ്രുവീകരണം ഉണ്ടാവും. ഈ ധ്രുവീകരണം CPM-ന് അനുകൂലമാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് കിട്ടും. മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ പതിയെ അവർക്ക് എത്തിച്ചെടുക്കാൻ പറ്റും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ അവർക്ക് പോകുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അതാണ് നിങ്ങൾ എന്താണ് ഇതിനെ കാണുന്നത്? എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തലിൽ ജനങ്ങൾ ഭയങ്കരമായി സർക്കാരിനെതിരെ തന്നെയാണ്. ഇവർ എന്തൊക്കെ ഗിമ്മിക്സ് കാണിച്ചാലും ജനമെന്ന് പറയുന്നത് ജനം എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. നമ്മൾ 77 ഇലക്ഷന് ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തോറ്റ് തന്നെ പാടി ഇപ്പം കേരളത്തിൽ വിജയിച്ചു. അങ്ങനത്തെ ഒരു ജനമാണ് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. പിന്നെ ഇവർ ഇപ്പോൾ കാണിക്കുന്ന ഗിമ്മിക്സുകൾ കൂടുതലും ഇവർക്ക് തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം. മാത്രമല്ല എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഈ PR എക്സസൈസുകൾ കാണിക്കുന്നുണ്ടല്ലോ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച ആ ഗോവിന്ദ മാഷിൻ്റെ യാത്രയിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ. മാത്രമല്ല CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് ഒരുപക്ഷെ VS-ന്റെ കാലത്തോ അല്ലെങ്കിൽ ചടയൻ്റെ കാലത്തോ കൊണ്ടുവരുന്ന പോലെ അത്ര ശക്തമല്ല. പാർട്ടി നയിക്കേണ്ട ആൾ മുഖ്യമന്ത്രിക്ക് വിധേയനായി നിൽക്കുന്നു എന്നൊരു പ്രശ്നം അവിടെ എപ്പോഴും അവശേഷിക്കുന്നു. കോടിയേരി തുടങ്ങി വെച്ചാൽ തോന്നുന്നു ആ പണിയല്ലേ? അങ്ങനെ കോടിയേരിക്ക് പിന്നൊരു സേവ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഒരു സമകാലികരാണെങ്കിലും പറയാം. പക്ഷേ ഇത് എല്ലാ കാര്യവും മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പം CPM-ന് ഇതല്ലായിരുന്നല്ലോ അവസ്ഥ. VS പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തെ കാര്യം നമുക്ക് തന്നെ അറിഞ്ഞൂടെ? ഈ പാർട്ടി തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അല്ല, മുഖ്യമന്ത്രിക്ക് അവിടെ ഒരു കാര്യമില്ല. പിന്നെ ഈ ഞാൻ പറയുന്ന ഒരു സംഗതി, ഇവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അനുസരിക്കും എന്നുള്ള വിശ്വാസം അവർക്കുള്ളത്. പക്ഷേ ഞാനിതിനെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഒന്ന്, ഈ തുടർ ഭരണം ഇനി ഉണ്ടാവരുതേ എന്ന് വിശ്വസിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഈ സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സാറാ ജോസഫ് പറഞ്ഞതുപോലെ, ഇനി ഒരിക്കൽ കൂടി CPM-ന്റെ ഭരണമുണ്ടായാൽ CPIM-ന്റെ അവസ്ഥ ബംഗാളിലേതുപോലെ ആകും, ആരുമില്ലാത്തൊരു പാർട്ടിയായി മാറും. ഇപ്പോൾ തന്നെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് CPM-ന്റെ അകത്തുണ്ട്. ഒന്ന്, അതാണ് ആദ്യത്തെ CPM-നെതിരായ ഘടകം. അതായത് അവർ തന്നെ തീരുമാനിക്കുന്നു, അവർ പാർട്ടിക്കാരാണ്. പാർട്ടി എന്നോട് വഴിയിൽ വെച്ച് കാണുമ്പോൾ സഖാവാണ് വാസ്തവത്തിൽ പാർട്ടിയെ ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിർത്തുന്നത്, സഖാവ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ എന്താവുമെന്ന് പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നെ സഖാവെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞാണ്, സഖാവെ ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ CPM-ന്റെ അകത്തുള്ള ഒരു എതിർപ്പ്. രണ്ട്, നിഷ്പക്ഷ സമൂഹം എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയുണ്ട്. അവർ പൂർണ്ണമായും മടുത്തു ഈ ഭരണത്തെ. അതേസമയം അവർക്കൊരു ആശയക്കുഴപ്പമുണ്ട് എന്ന വസ്തുതയാണ്. കാരണം എന്താ, ഈ നിഷ്പക്ഷ സമൂഹം പിണറായിയെ വെറുക്കുകയും പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ UDF വോട്ട് ചെയ്താൽ ഇതിനേക്കാൾ ഗുരുവാലാവത്തില്ല എന്നൊരു ആശയക്കുഴപ്പം അവർക്കുണ്ട്. ഈ ആശയക്കുഴപ്പത്തെ വഷളാക്കാനാണ് കോൺഗ്രസ്സുകാരും ചിലപ്പോൾ CPM ശ്രമിക്കുന്നത്. കോൺഗ്രസ്സുകാരെ ചില പ്രവർത്തികൾ അതിന് സഹായിക്കുകയും ഉണ്ട്. അപ്പം അതൊരു സാഹചര്യം. പക്ഷേ ഇപ്പോഴുണ്ടായി വരുന്ന വിഷയങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ UDF-ന് കഴിയുന്നുണ്ട്. ഞാനത് ഉദാഹരണത്തിന് ഇപ്പം ശബരിമല വിഷയം എടുക്കുക. ഈ സ്വർണ്ണക്കടത്ത് വിഷയം, ശബരിമലയിലെ സ്വർണ്ണ കൊള്ള ഇന്ന് വരെ അത് മായ്ച്ചു കളയാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല LDF-ന്.
അത് ഓരോ ദിവസവും വഷളായി വരും. ഇപ്പോൾ തന്ത്രിയുടെ വിഷയം വന്നപ്പോൾ വി ഡി സതീശൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നോക്കുക. ഞാൻ ഇന്ന് വീണ്ടും ഡേറ്റ് മാറിപ്പോയി. ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നോക്കുക. ഇപ്പോൾ വി ഡി സതീശൻ പത്രസമ്മേളനത്തിൽ തന്ത്രിയെ എന്തിനു അറസ്റ്റ് ചെയ്തു എന്ന കാര്യം ആഞ്ഞടിക്കും. ഈ ആഞ്ഞടിക്കാൻ അവർക്ക് പറ്റുന്ന എന്തുകൊണ്ടാണെന്നറിയോ? തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ചാടി അതിനെ എതിർക്കാൻ അവർ കൂട്ടാക്കിയില്ല, പക്ഷെ അനുകൂലിക്കാനും പോയില്ല, വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് നിലപാടെടുത്തതുകൊണ്ട് ഇത്തരത്തിൽ ഈ തന്ത്രി വിഷയം വഷളായി വരും. ഇപ്പം ഈ അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ച സഖാക്കൾ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി തന്ത്രിയെ കൂടി മനഃപൂർവ്വം പ്രതിയാക്കി എന്നുള്ള വിഷയം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറും. ഒന്ന്. രണ്ടിപ്പം ഈ ഉഷ ജോസഫിൻ്റെ ചികിത്സ അതേ സമയത്ത് തന്നെ മറ്റേ ഹർഷീനായും സമരം തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈ സർജറി നടത്തി കോന്നി മെഡിക്കൽ കോളേജെല്ലാം കണ്ട് അത് വളഞ്ഞു പോയി. അതുകൊണ്ട് ഇതിനൊന്നും കൊടുക്കുന്ന വിശദീകരണങ്ങൾ തൃപ്തിവരല്ലേ വരുന്നത്. അപ്പം ഇത്തരം വിഷയങ്ങൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യും. അപ്പം വിഷയങ്ങൾ സെലക്ട് ചെയ്ത് ചർച്ച പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും. എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് മുമ്പ് പറഞ്ഞ മാതിരി ഭരണവിരുദ്ധ വികാരം ചെയ്യുന്ന ആര് ഭരിച്ചാലും കുഴപ്പമില്ല, CPM വേണ്ട വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, പക്ഷേ ഇപ്പോൾ പോലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. 2009 മണ്ഡല പുനർവിഭജനം. 2009 മണ്ഡല പുനർവിഭജനത്തിൽ സംഭവിച്ചൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു 60 സീറ്റ് വരെ ഏത് സാഹചര്യത്തിലും CPM-ന് നേടാവുന്ന പശ്ചാത്തലം ഉണ്ടായി. പ്ലാൻ ചെയ്ത് UDF-ന് 41 സീറ്റേ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ ഈ 60 സീറ്റ് വരെ LDF-ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനെ അവർ മറികടക്കാനും UDF-ന് ചില തന്ത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൊട്ടാരക്കര ആയിഷ പോറ്റിയെ ഇറക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കൊട്ടാരക്കര അവർക്ക് നേടാൻ പറ്റും. CPM-നോട് ചേർന്ന് നിൽക്കുന്ന ആയിഷ പോറ്റിയുമായിട്ട് ബന്ധമുള്ള ഒരു വലിയ വോട്ട് ബാങ്കും UDF-ന് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പോലും 10,000 വോട്ടിനാണ് രശ്മി തോറ്റത്. BJP മാരാരിൻ്റെ വോട്ട് പിടിക്കുമ്പോൾ ആ വോട്ട് BJPയുടെ വോട്ട് CPM-ന് പോകുന്നതിന് തടയും. നല്ല സ്ഥാനാർത്ഥി ഇവർ പലരും പറയുന്നതിന് വ്യത്യസ്തമായി BJPക്ക് ഇത്തവണ വോട്ടിംഗ് ശതമാനം കൂട്ടിയേ പറ്റൂ. അതെ, കേന്ദ്ര നോക്കിക്കിട്ടുക. അപ്പം നല്ല സ്ഥാനാർത്ഥികൾ ഞാൻ ഇന്നലെ പറഞ്ഞു. ഇവിടെ BJP ചെയ്യാൻ പോകുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയുടെ മെറിറ്റ് മാത്രമാണ്. ഇപ്പം ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ്റെ സീറ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പല നേതാക്കളോട് ഞാൻ സംസാരിച്ചു. അവർക്ക് പറഞ്ഞ കാര്യം, ശോഭാ സുരേന്ദ്രൻ ഏത് സീറ്റാണ് വേണ്ടത് അത് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ശോഭാ സുരേന്ദ്രൻ കായംകുളം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. കായംകുളത്തായിരിക്കും ശോഭാ സുരേന്ദ്രൻ കരുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണയൊക്കെ ശോഭാ സുരേന്ദ്രൻ അങ്ങനല്ല, കഴിഞ്ഞ തവണക്ക് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്ന സീറ്റ് കൊടുക്കത്തില്ലായിരുന്നു. അതായത് നല്ല സീറ്റിൽ അവർ കണ്ണുവെച്ചാൽ അവരവിടെ മാറ്റുമായിരുന്നു. മണ്ഡലത്തിൽ നല്ല ലീഡ് ചെയ്ത് വരുമ്പോൾ അടുത്ത ലക്ഷം മാറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് അവരെ കായംകുളം ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചു. ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലത്തിലും ഇവർ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് കായംകുളംകാർ പറയുന്നു, ഹരിപ്പാടുകാർ പറയുന്നു, അരൂരുകാർ പറയുന്നു, മാവേലിക്കര ചെങ്ങന്നൂരുകാർ പറയുന്നു, ഇവരെല്ലാം പറയുന്നു ഞങ്ങൾക്ക് ശോഭാ സുരേന്ദ്രനെ പറയുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആശയക്കുഴപ്പത്തിലായി. കാരണം BJP നേതൃത്വം ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ, ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ വിജയസാധ്യത തന്നെയാണ് അവരുടെ പ്രധാന. അപ്പം പാലക്കാട് എന്ന് സജസ്റ്റ് ചെയ്തു. ശരി, പാലക്കാട് മത്സരിച്ചു. പക്ഷെ അവർക്ക് ആശയക്കുഴപ്പമായി. പാലക്കാട് നഗരസഭയിൽ മാത്രമേ BJPക്ക് സ്വാധീനം, ചുറ്റുള്ള സ്ഥലങ്ങളിൽ അത്ര സ്വാധീനമില്ല, ഒട്ടുമില്ല. പലയിടങ്ങളിലും BJP നാമമാത്രമായി. മറ്റേ ഇയാളെ കളിയാക്കാൻ പറയുന്ന പെരിൽ എന്തോ സരിനെ കളിയാക്കാൻ പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പഞ്ചായത്തിന്റെ പേരുണ്ട്. അവിടുത്തെ ഒരു പഞ്ചായത്തിന് പിരായി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഈ പിരായിലൊന്നും BJPക്ക് സംഘടനാ സംവിധാനം ഇല്ല. അതുകൊണ്ട് അതേസമയം ശോഭാ സുരേന്ദ്രൻ തവണ എവിടെ മത്സരിച്ചാലും ദേശീയ നേതൃത്വത്തിന് കണ്ണുണ്ടാവും, പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് അവിടെ വേണമെന്നൊരു കാര്യത്തില്ല. അപ്പം ഞാൻ വട്ടിയൂർക്കാവിലേക്ക് വരുന്നു. വട്ടിയൂർക്കാവ് ശരി മത്സരിച്ചു. മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും വട്ടിയൂർക്കാവിലെ. പക്ഷെ അപ്പോഴും പ്രശ്നമാണ്. വട്ടിയൂർക്കാവിലെ ഈ മുരളീധരൻ വരികയും പ്രശാന്ത് ഒരു നായ ധ്രുവീകരണം വരികയും. കാരണം പ്രശാന്ത് ഒരു വശത്തും ശോഭാ സുരേന്ദ്രൻ ഒരു വശത്തും വരുമ്പോൾ, രണ്ട് ഈഴവ കാൻഡിഡേറ്റ് വരുമ്പോൾ നായർ ധ്രുവീകരണം ഉണ്ടായാൽ, മുരളീധരൻ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ദോഷം. അപ്പം യഥാർത്ഥത്തിൽ BJPയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ശോഭാ സുരേന്ദ്രൻ അടക്കം ആർക്കും അവർക്ക് ഇഷ്ടമുള്ള മണ്ഡലം മത്സരിക്കാം. ഇനി ഒരാൾക്ക് BJP അല്ല 2020 ആയിട്ട് മത്സരിക്കുന്നു വിചാരിച്ചോളൂ, അതിനും സാധ്യതയുണ്ട്. അപ്പോൾ അത്ര അവർ BJPയുടെ കാര്യം എന്ന് പറഞ്ഞ് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം BJP ഇക്കുറി ഇവിടെ ഏറ്റവും നിർണായകമായ ഘടകമാകാൻ പോകുന്നത് BJP ആണ്. BJP ഇക്കുറി
5 സീറ്റ് നേടും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒരു 5 സീറ്റിന് നേടിയേ പറ്റൂ, അവർക്ക് പറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് നിയമമാണ്. നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരാണ്. നേമത്ത് ബി ജെ പിക്ക് വിന്നബിലിറ്റി എന്ന് വിന്നബിൾ അവരുടെ മണ്ഡലമാണ്, ഏറ്റവും വലിയ ആദ്യമാണ്. അപ്പോൾ നേമത്ത് മത്സരിക്കാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖരായിരിക്കും. രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്ന് തന്നെയാണ് ആത്മവിശ്വാസം. രണ്ടാമത് ബി ജെ പി ജയിക്കാൻ പോകുന്ന മണ്ഡലം കഴക്കൂട്ടമാണ്. വി മുരളീധരൻ കഴക്കൂട്ടത്ത് ഇന്നോ ഇന്നലെയോ പ്രവർത്തിക്കാൻ തുടങ്ങിയതല്ല. പിണറായിയേക്കാൾ തന്ത്രജ്ഞനായ നേതാവാണ് മുരളീധരൻ. കഴക്കൂട്ടത്ത് മുരളീധരൻ ജയമുറപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത് അവർക്ക് വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം മാത്രം ഫോക്കസ് ചെയ്ത് മത്സരിച്ചാൽ കെ സുരേന്ദ്രൻ ജയിക്കാം. നാലാമത് വട്ടിയൂർക്കാവാണ്. ഈ വട്ടിയൂർക്കാവിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയാൽ അവിടെയും ജയിക്കാം. അതേസമയം കാട്ടാക്കടയിലും അല്ലെങ്കിൽ തിരുവനന്തപുരം പാടായിരിക്കും, കാട്ടാക്കട സാധ്യതയുള്ള സ്ഥലം, കാട്ടാക്കട, അതുപോലെ ഞാനീ പറഞ്ഞ പാലായില്, അല്ലെങ്കിൽ ദേവികുളത്തൊന്നും ബി ജെ പി ഗ്രിപ്പില്ലെങ്കിലും രാജേന്ദ്രനുണ്ട്. ഇപ്പം ഇത്തരത്തിൽ പലയിടങ്ങളിലും ബി ജെ പി മത്സരിക്കുകയും വിജയസാധ്യത നടത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബി ജെ പിക്ക് വലിയ വോട്ട്, ഇപ്പം കൊട്ടാരക്കരയിൽ മാരാർ മത്സരിച്ചാൽ വോട്ട് നേടും. പ്രത്യേകിച്ച് യുവതലമുറയുടെ നല്ല വോട്ട് നേടും. ജയിക്കുമോ ഇല്ലെന്ന് രണ്ടാമത്തെ കാര്യം, വോട്ട് നേടും. അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലം ഈ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള. അപ്പോൾ അവിടെയാണ് ഇതിലേറ്റവും നിർണായക ഘടകമായി മാറുന്നത്. ബി ജെ പിക്ക് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് കൂടും. വോട്ട് നേടിയേ പറ്റുള്ളൂ, അത് കൂടണം. കേരളത്തിലൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പൾസ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് ടോട്ടലി കൂടും. പല മണ്ഡലങ്ങൾ വിജയസാധ്യതയുള്ള പലരും രണ്ടാമതെത്തും. ഇത് ആരെ ബാധിക്കും എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പം നമ്മൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഏറ്റവും ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ആരായിരിക്കും ഈ പറയുന്ന ബി ജെ പിയുടെ വോട്ട് ആരെ ബാധിക്കും? സി പി എമ്മിനെ തന്നെ ബാധിക്കും. ബാധിക്കും. നമ്മൾ നേരത്തെ എല്ലാ തവണ നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്നത് കോൺഗ്രസിനെ ബാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാധിക്കുന്നത് സി പി എമ്മിനെ തന്നെയാണ്. നോക്കൂ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ സി പി എമ്മിന് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ബി ജെ പി കയറുകയാണ്. നോക്കൂ, കൊല്ലം കോർപ്പറേഷൻ ബി ജെ പി എത്ര സീറ്റ് പിടിച്ചു? കോഴിക്കോട് കോർപ്പറേഷൻ ബി ജെ പി എത്ര സീറ്റ് പിടിച്ചു? അവിടെയൊക്കെ ഭരിച്ചിരുന്ന ആരാണ്? കോഴിക്കോടൊക്കെ അവർക്ക്. പക്ഷേ കോൺഗ്രസ് വലിയ തോതിൽ നേട്ടം ഉണ്ടാക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കുക, 10 സീറ്റിൽ നിന്നും എത്ര 20 20 സീറ്റ് കോൺഗ്രസ് ഉയർന്നു. ആരാ ഭരണം നേടിയത്? ബി ജെ പി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സി പി ഐ എമ്മിൻ്റെ കോട്ടയാണ് ബി ജെ പി കടന്നു കയറുന്നത്, കോൺഗ്രസിൻ്റെ കോട്ടയല്ല. ഈ യാഥാർത്ഥ്യം പലരും തിരിച്ചറിയുന്നില്ല. അതായത് ബി ജെ പിയുടെ വളർച്ച ആർക്കും തടയാൻ കഴിയില്ല. പല സി പി എമ്മുകാർ ഇപ്പോഴും വിശ്വസിക്കണം ബി ജെ പി ഉണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ വോട്ട് അവർ പിടിച്ചോളൂ. തെറ്റിദ്ധാരണയാണ്. അതെ, ബി ജെ പിയുടെ വളർച്ച ആർക്കും തടയാൻ പറ്റത്തില്ല. അതെ, അത് ഗ്രാജുവലി വളരുന്നതാണ്. അപ്പോൾ ആര് ക്ഷയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം സി പി എം ക്ഷയിക്കുമെന്നുള്ളതാണ്. കാരണം പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായാൽ ആ ഷിഫ്റ്റിനെ തന്നെ ബാധിക്കും. തിരിച്ചടി ഉണ്ടാവുന്നത് സി പി എമ്മിനാണ്, നേട്ടമുണ്ടെന്ന് ബി ജെ പി. ഇതാണ് ഒരു വശം. അതായത് ഹിന്ദു വോട്ട് ധ്രുവീകരിക്കാൻ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഹിന്ദു വോട്ട് ധ്രുവീകരണം സംഭവിക്കുമ്പോൾ ഈ ധ്രുവീകരണം ഉണ്ടാവും. ഈ ധ്രുവീകരണത്തിന് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ബി ജെ പി ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പലപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ഈ മുസ്ലിം വിരുദ്ധ എക്കോസിസ്റ്റം സൃഷ്ടിക്കുമ്പോൾ ഇതിന്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് ബി ജെ പി ആണ്. മാത്രമല്ല അടുത്തൊരു ഇലക്ഷനൊക്കെ ആവുന്ന സമയത്ത് ബി ജെ പിക്ക് ഒരുപാട് നേരെ കോൺഗ്രസ്സായിട്ടുള്ള നല്ല കൃത്യമായ എതിരാളികളായി വരാനും അവർക്ക് അന്ന് സാധിക്കും. ആണ്. ഇനി അടുത്തത് അവിടെയാണ് നമ്മൾ യു ഡി എഫിൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ കാണുന്നത് മുസ്ലിം വോട്ടിൻ്റെ ഷിഫ്റ്റാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അതാണ്. കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക്. പല വോട്ട് ബാങ്കുകൾ, ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് നമുക്ക് ലത്തീൻ വോട്ട് ബാങ്ക് എന്നും യാക്കോബായ ബാങ്ക് എന്നും ഓർത്തഡോക്സ് ബാങ്ക് എന്നും സീറോ മലബാർ ബാങ്ക് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ പെന്തക്കോസ്റ്റൽ ബാങ്ക് എന്നൊക്കെ പറയാം. പക്ഷേ മുസ്ലിം വോട്ട് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിം വോട്ട് ബാങ്കാണ്, ഒരൊറ്റ വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്കിൽ കാര്യമായ വ്യതിചലനം ഉണ്ടാവത്തില്ല. അതായത് കാര്യമായ സ്പ്ലിറ്റ് ഉണ്ടാവത്തില്ല. നമ്മൾ ആ വ്യതിചലനം വാക്ക് ശരിയല്ല, സ്പ്ലിറ്റ് ഉണ്ടാവത്തില്ല. അതേസമയം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ കാര്യം ഹിസ്റ്റോറിക്കലി പരിശോധിച്ച് നോക്കുക. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്തെല്ലാം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും പ്രിഡോമിനൻ്റ്ലി യു ഡി എഫ് ആണ്. എല്ലാ വിഭാഗങ്ങളുടെയും പ്രത്യേകത. കുറച്ച് ഷിഫ്റ്റ് ഉണ്ടാവും,
കുറച്ച് ഷിഫ്റ്റ് ജാക്കോബൈറ്റ്സ് കുറച്ച് LDF യാക്കോബൈറ്റ്സിന്റെ ആണ്. പക്ഷേ എങ്കിൽ പോലും ഈ മൊത്തത്തിൽ എല്ലായിടത്തും നോക്കുമ്പോൾ യാക്കോബയിൽ നമ്മൾ പറയുമ്പോഴും ബെന്നി ബെഹനാൻ, പി തങ്കച്ചൻ, പി തങ്കച്ചൻ, അല്ല ഇവിടെ മാത്യു കുഴനാടൻ, കുഴനാടൻ യാക്കോബയാണ്. എന്തിനാ അനൂപ് ജേക്കബ്. അതെ അതെ. അപ്പൊ ഈ ഇവിടെ അസമയം എവിടെയാണ് ഇവർക്കൊരു യാക്കോബ നേതാവ് ആരാളുള്ളത്? LDFിലുള്ളത്. ഞാൻ പറഞ്ഞ അങ്ങ് അവിടെ ശരിയാണ്. ഈ ഒരു യാക്കോബായ ബെൽറ്റ് എന്ന് പറയുന്നത്, ആ യാക്കോബ ബെൽറ്റിലെ നേതാക്കന്മാരെല്ലാം തന്നെ കോൺഗ്രസ് UDF ആൾക്കാരാണ്. സ്കിറ്റക് സാബു യാക്കോബയാണ്. അതേസമയം ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കടുത്ത മുസ്ലിം മലയോര പ്രദേശങ്ങളിൽ കടുത്ത മുസ്ലിം വിരുദ്ധ വോട്ട് ബാങ്ക് ഉണ്ട്, ക്രിസ്ത്യാനിൻ്റെ. ആ മുസ്ലിം വിരുദ്ധ വോട്ട് കോൺഗ്രസിന് പോകത്തില്ല, LDFിനാണോ BJPക്കാണോ നമുക്കറിയാൻ പറ്റില്ല, സ്പ്ലിറ്റായി പോകും. അപ്പം ഇത്തരമൊരു ഷിഫ്റ്റ് ഉണ്ടെങ്കിലും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ അടിസ്ഥാനപരമായി UDFിന് അനുകൂലമാണ്. മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ പ്രത്യേകത, മുസ്ലിം വോട്ട് ബാങ്ക് ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഉള്ളിടത്ത് ലീഗിനും അല്ലാത്തടത്ത് അവരുടെ ഒരു എപ്പോഴും ഉണ്ടാകുന്ന ഓരോ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അനുസരിച്ച് മാറുമായിരുന്നു. അപ്പോൾ അത് മെയിനായിട്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമായി. കാരണം BJPയുടെ വളർച്ചയെ അവർ ഭയപ്പെടുന്നു. മോദി എതിർക്കാൻ ഇന്ത്യയിൽ ഒരാളുള്ളത് പിണറായിയാണ് എന്ന തോന്നലുള്ളതുകൊണ്ട് ഈ മോദിയെ എതിർക്കുക എന്ന ലക്ഷ്യത്തിൽ നട്ടലുള്ള ഒരു മുഖ്യമന്ത്രിയും സർക്കാരും എന്ന നിലയിൽ ഇവരെ CPMന് വോട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ അൻവർ പുറത്തേക്ക് വന്ന അന്ന് മുതൽ പിണറായി വിജയൻ മോദിയുടെ BJPയുടെ B ടീമാണെന്ന് ബോധ്യമാവുകയും അങ്ങനെ പൂർണ്ണമായും ഇവർ CPM വിരുദ്ധമാവുകയും ചെയ്തു. അങ്ങനെ ഒരു വോട്ട് പോലും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഇവർ ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം നോക്കൂ, ലീഗിനെ പിന്നാലെ നടന്ന് ക്ഷണിക്കുകയായിരുന്നു, എത്രയോ തവണ അത് നിർത്തി. ഇപ്പോൾ അവർ ചെയ്യുന്നത് പൂർണ്ണമായും ഒരു 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 മുസ്ലിം വിരുദ്ധ എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നത് ഹിന്ദു വോട്ടുകൾ പ്രതീക്ഷിച്ചാണ്. വെള്ളാപ്പള്ളി പോലുള്ള ആളെ കൊണ്ട് ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. പക്ഷേ ഈ മുസ്ലിം വോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് ലോക്സഭയെ സംഭവിച്ചത് മാത്രം നോക്കുക. 2019 2024 ലോക്സഭയിൽ ഇത്രയധികം CPMന് അനുകൂലമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടും, അതായത് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, CPM വോട്ട് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ലോക്സഭയിൽ ഒറ്റ സീറ്റ് ഇത് 2 സമയത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്? ഒറ്റ സീറ്റ്. എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധിയാണ് മോദിക്കെതിരെ യുദ്ധം ചെയ്യാൻ മിടുക്കൻ. അതുകൊണ്ട് CPMന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്നൊരു വികാരം മുസ്ലിം സമുദായത്തിൽ അതേ ട്രെൻഡ് ഇപ്പോൾ പിണറായിയുടെ കാര്യത്തിൽ UDFിനോടുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ലീഗ് ഇപ്പോൾ 25 സീറ്റ് മത്സരിച്ചാൽ ഒരു 21-23 വരെ 23 വരെ ജയിക്കും. അതിനുള്ള സംവിധാനം അവർക്കുണ്ടോ? താഴെത്തട്ടവർക്ക് അത്ര ശക്തമായ പണമുണ്ട്. UDF കോൺഗ്രസ് പാർട്ടി മിക്കയിടങ്ങളിലും അവർക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയും. കാരണം നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പാറ്റേൺ നോക്കുക, അത് വെച്ച് നോക്കുമ്പോൾ ഈ UDFിന്റെ മൊത്തത്തിൽ കോട്ടയം ഇടുക്കി ജില്ലകളെല്ലാം തന്നെ കോട്ടയത്ത് പരമ്പരാഗതമായി ഇവർക്ക് വൈക്കം മാത്രമേ കിട്ടത്തുള്ളൂ. 9 സീറ്റിൽ വൈക്കം മാത്രമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. നീ കോട്ടയം പറഞ്ഞുകൊണ്ട് പറയാണ്. ഇതിൽ പിന്നീട് സുരേഷ് കുറുപ്പിനെ ഇറക്കിയാണ് ഏറ്റുമാനം പിടിക്കുന്നത് 2011. അത് 2011 2016 സുരേഷ് കുറുപ്പിനെ ജയിപ്പിച്ചു. 2021 വാസവൻ അത് നിലനിർത്തി. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ വാസവൻ പോലും ജയിക്കുന്ന ഉറപ്പില്ല. സ്ഥിരമായി ജയിച്ചു സീറ്റ്. അതായത് അവിടെ ആകെപ്പാടെ LDF ഈ സുരേഷ് കുറുപ്പ് 2011 ജയിക്കുന്നതിന് മുമ്പ് ആകെപ്പാടെ LDF ജയിച്ചിട്ടുള്ള 1980 മുതൽ 82 ഉപതെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാട് വൈക്കം വിശ്വം ആ 2 കൊല്ലം അതും 800 വോട്ടിനും കണ്ടാണ് ജയിക്കുന്നത്. ആ ഒരു ഉപതെരഞ്ഞെടുപ്പില്ല. അല്ലാതെ LDF ജയിച്ചിട്ടേ ഇല്ല. പക്ഷെ മണ്ഡലത്തിൽ ചില മാറ്റമൊക്കെ വന്നു ഈ 2009. അതുകൊണ്ട് LDFന് കുറച്ചുകൂടെ അനുകൂലമായി. പക്ഷെ അനുകൂലമായെങ്കിലും ഇവർക്ക് ഈ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇപ്പം നാട്ടം സുരേഷ് നല്ല സ്ഥാനാർത്ഥി, DC പ്രസിഡന്റ് ഏറ്റുമാനം പിടിക്കാൻ പറ്റും. പിന്നെ ഏത് സീറ്റ് അവർക്ക് വൈക്കവും ഇതും കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇപ്പം 3 സീറ്റ് LDFിൻ്റെ ഇരിക്കുന്നത് കേരള കോൺഗ്രസ്, ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും. അതിൽ പൂഞ്ഞാർ ഒരു പക്ഷേ നിലനിർത്തുമായിരിക്കും, ബാക്കി സീറ്റുകൾക്കൊപ്പം. ഇങ്ങനെ ഇടുക്കിയിലിരിക്കുന്ന സീറ്റുകൾ ഏതാ? ഉടുമ്പൻചോല, ഇടുക്കി, ദേവികുളം, പീരുമേട്, തൊടുപുഴ. ഈ 5 സീറ്റാണ് ഇടുക്കിയിലുള്ളത്. ഇതിൽ തൊടുപുഴ മാത്രമാണ് ഇപ്പം UDF. പക്ഷേ ഇത്തവണ എല്ലാം ഒരു പക്ഷേ കിട്ടിയെന്ന് വരാം. ഉടുമ്പൻചോലയുടെ കാര്യം എനിക്കറിയത്തില്ല. ഉടുമ്പൻചോല മണി 40,000 വോട്ടിനാണ് ജയിച്ചത്. ഉടുമ്പൻചോല കാര്യത്തിൽ ബാക്കി എല്ലാ മണ്ഡലവും UDF ജയിക്കാൻ സാധിക്കും. പത്തനംതിട്ട
അതിപ്പോൾ നിലവിലൊരു സീറ്റ് പോലും ഒരു ഇല്ലാത്ത സീറ്റ് പോലും ഇല്ലാത്ത പത്തനംതിട്ടയിൽ എല്ലാ സീറ്റും നേടാനുള്ള സാധ്യത ഇത്തരത്തിൽ മലപ്പുറത്ത് സീറ്റ് മുഴുവൻ കിട്ടാം. അതെ. അപ്പോൾ UDF അനുകൂലമാണ് അന്തരീക്ഷം. അതിന് പാലക്കാട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവവാസങ്ങൾ CPM ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറിയൊക്കെ തന്നെ ചില മണ്ഡലങ്ങളിലൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ. ഉണ്ട്. അല്ല മൊത്തത്തിൽ പക്ഷെ പാലക്കാട് CPM ഒരു നല്ല ബേസ് ഉള്ള സ്ഥലമാണ്. ആ ബേസ് ഉണ്ട്. കോഴിക്കോടും കണ്ണൂരും ഒക്കെ CPM അടിത്തറയ്ക്ക് വലിയ കാര്യമായ ഇപ്പോൾ മലയോര പ്രദേശം ഇപ്പോൾ കണ്ണൂർ ടൗൺ കിട്ടുമായിരിക്കും. പേരാവൂരും ഇരിക്കൂർ ഇപ്പം തന്നെ ഉണ്ട്. കണ്ണൂർ കിട്ടുമായിരിക്കും അഡീഷണൽ ആയിട്ട്. കണ്ണൂർ പണ്ട് സ്ഥിരം ജയിക്കുമായിരുന്നൊരു UDF സീറ്റാണ്. ഇതിന് 60-ൽ ആർ ശങ്കർ പോലും പോയി മത്സരിച്ച് ജയിച്ച കണ്ണൂരിൽ നിന്നാണ്. അല്ല കണ്ണൂർ ഒരു UDF കോൺഗ്രസിന്റെ സീറ്റാണ്. പക്ഷേ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണയും ചിലപ്പോൾ എനിക്കറിയില്ല, തളിപ്പറമ്പിന്റെ കാര്യം അറിയില്ല. തളിപ്പറമ്പല്ല, കൂത്തുപറമ്പ് KP മോഹനാണെന്നുണ്ട്. ഏതോ ഒരു മണ്ഡലത്തിൽ ഒരു ശക്കലും പിറകിലാണ്. കൂത്തുപറമ്പ് ആവാൻ സാധ്യതയുണ്ട്. തളിപ്പറമ്പ് ഗോവിന്ദ മാഷാണ്. ആണ്. ഓക്കെ. അപ്പം ബാക്കി എല്ലായിടത്തെയും സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ കോഴിക്കോട് നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ ഞാൻ പറഞ്ഞു പിന്നെ അവർ ചെയ്യുന്ന ചില സർജിക്കൽ സ്ട്രൈക്കുണ്ട് UDF. ഉദാഹരണത്തിന് PV അൻവറിന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, അൻവർ തോറ്റ് കാണുന്ന നമ്മുടെ ആഗ്രഹം. പക്ഷേ അൻവർ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ UDF നല്ല അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഉണ്ടാക്കുന്ന ഒരു ഓളവും വോട്ടും CPM ക്ഷീണമുണ്ട്. രണ്ട് തരത്തിലാണ്. ഒന്ന്, UDF ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഇപ്പോഴത്തെ ഒരു പൾസ് പരിശോധിക്കുമ്പോൾ നമ്മളെ കൃത്യമായി നമുക്ക് ഈ പൾസിലേക്ക് വരാം അല്ലേ. പൾസിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഭരണവിരുദ്ധ വികാരം, അത് സർക്കാരിനെതിരാണ്. രണ്ട്, ഒരു CPM ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു ഭീതി, മുസ്ലിം ജനതയ്ക്കെതിരായുള്ളൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിലും UDF ദോഷമാണ്. പക്ഷേ മുസ്ലിം വോട്ടിൻ്റെ ഏകീകരണവും ഹിന്ദു വോട്ട് ധ്രുവീകരിച്ച് അത് CPM BJP സ്പ്ലിറ്റ് ആവുന്നതും ഈ ഒരു BJPയുടെ ഉയർത്തെഴുന്നേൽപ്പും മുസ്ലിം വോട്ടിൻ്റെ UDF അനുകൂലമായ ധ്രുവീകരണവും വലിയ ഒരു മാറ്റം ഉണ്ടാക്കുകയും UDF ഒരു 80 സീറ്റിനും 90 സീറ്റിനും ഇടയിൽ ജയിക്കുന്ന ഒരു സാഹചര്യം, 80-85 സീറ്റ് UDF-ഉം 4 സീറ്റ് വരെയെങ്കിലും മിനിമം BJP-യും നേടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. 4 സീറ്റ് മിനിമം അത്രയും പ്രതീക്ഷിച്ചാൽ മതി. BJP-ക്ക് 4 സീറ്റ് എന്തായാലും കിട്ടുന്ന ഒരു സാഹചര്യം BJP-ക്കും. CPM അതിന് താഴേക്ക് പോകുന്ന അവസ്ഥ, അതായത് ഒരു 50-60 സീറ്റിലേക്ക് CPM ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫെബ്രുവരി മാസം ഇന്നത്ര 21 ഫെബ്രുവരി മാസം 21-ാം തീയതിയിലെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ഈ 21-ലെ അവസ്ഥയിൽ UDF അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന് ഇനി മാറ്റം വരാം. പക്ഷേ UDF പഴയ പോലല്ല, അതിനേക്കാൾ ശക്തമായ പണ്ടത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനേക്കാൾ ശക്തമായ ഈ സ്ട്രാറ്റജി ഉള്ളവരാണ്. അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞെന്നും വരാം. നന്ദി, നമസ്കാരം.